ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെച്ചൂസ് പ്ലാനറ്റ്. ഈ ആമ്പൽ കണ്ടില്ലേ? ഇത് ഞാൻ വളരെ കുഞ്ഞിലെ കൊണ്ടുവന്നതാണേ. ഒരു ചെറിയൊരു പൊടിപ്പ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരു 2-3 ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ വെച്ച് വളർത്തിയെടുത്ത് മാറ്റി അവസാനം ഈ ഒരു ടബിലോട്ട് മാറ്റി ഇപ്പോൾ ഈ കാണുന്ന ഒരു പരുവത്തിലാക്കിയെടുത്തതാണ്. ഇപ്പോൾ നിറച്ച് പൂവുണ്ടാകും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല പിങ്ക് കളറിലെ പൂവാണ്. അപ്പോൾ ഞാൻ ഈയിടെയാണ് മനസ്സിലാക്കിയത് ഇതിൻ്റെ ഇലയിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഇത്രയും നാളായിട്ടും എനിക്ക് ഇതിൻ്റെ മൂട്ടിൽ നിന്നും ഒരു തൈ പോലും പൊട്ടി വന്നതായിട്ട് കിട്ടിയിട്ടില്ല. അപ്പം നമുക്കിന്ന് ഇലയിൽ നിന്ന് എങ്ങനെ മുളപ്പിച്ചെടുക്കാമെന്നാണ് ഞാനിന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഇലയിൽ ഈ നടുക്ക് ഭാഗത്ത് ഒരു ചെറിയ കട്ടി പോലെ ഒരു സാധനമുണ്ട്, കണ്ടോ? ഇത് ശരിക്കും ഒരു ഗ്രോത്താണ്. അപ്പോൾ ഇതിൽ നിന്നുമാണ് പുതിയ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇങ്ങനെ മുളച്ച് വരും. അപ്പം ഞാനതെങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ശരിക്കും ഞാൻ നേരത്തെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നേ. ഈ ആമ്പലിൻ്റെ അടുത്ത് തന്നെയുള്ള ചെറിയൊരു താമരയുടെ ടബിനകത്ത് ഞാൻ വെറുതെ ഒരു ഇല ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണേ, ഇപ്പോൾ കണ്ടില്ലേ? അത് നല്ലതായിട്ട് ഇലയൊക്കെ പുതിയ ഇലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്ലാന്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ? നല്ല റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല റൂട്ടൊക്കെ വന്ന് വെറുതെ ഒരു ഇല ഇങ്ങനെ ഞാൻ കുത്തി വെച്ചാണ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു നല്ല പ്ലാന്റായിട്ട് വന്നിട്ടുണ്ട്, ചെറിയ ഇലയൊക്കെ വന്ന്. അപ്പോൾ ഇതുപോലെ നമുക്കിന്ന് നമ്മുടെ ആമ്പലിൻ്റെ ഇലകൾ കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുക്കാവേ. മൂത്ത ഇല വേണം, ഒരുപാട് ചെറിയ ഇല എടുക്കരുത്, ഒരുപാട് മൂത്ത് പഴുത്ത് പോയ ഇലയും എടുക്കരുത്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പഴുത്ത ഇല എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ പഴുത്തില അളിഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് മീഡിയം മൂപ്പുള്ള നല്ല പച്ച ഇല തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ് കുറച്ചുകൂടെ മുളച്ച് വരാൻ ചാൻസ് ഉള്ളത്. ഈ ഒരു പരുവത്തിലുള്ള ഇല. ഇപ്പോൾ ഇവിടെ ടബൊന്നും ഫ്രീ ആയിട്ടില്ല. ഇതൊരു പൊട്ടിയൊരു പഴയ ടബാണ്. അപ്പോൾ ഞാനകത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടിട്ട് കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. മണ്ണും കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, മുന്നേ ഞാൻ മുളപ്പിച്ചെടുത്ത ഒരു പ്ലാന്റാണ്. അത് തന്നെ ഞാൻ നടുക്ക് നടാമെന്ന് വിചാരിച്ചു. അപ്പം അത് ഞാൻ നടുക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ കണ്ടോ, ഇപ്പം പ്ലാന്റിൻ്റെ ഇലയൊക്കെ 2-3 വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഇല കൂടി ഞെട്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് നീളത്തിലെടുത്തേക്കണം കട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമുക്കിത് ആ നടുക്കത്തെ ആ ഗ്രോത്ത് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെറുതെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കൊടുത്ത് വെച്ചാൽ മതിയേ. ഇങ്ങനെ നമുക്ക് എല്ലാ ഇലയും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. ഒരു എത്രണ്ണം മുളയ്ക്കുമെന്ന് നമുക്ക് നോക്കാമല്ലോ. പക്ഷേ ചില ഇലയിലൊക്കെ നോക്കുമ്പം ആ ഒരു ഗ്രോത്ത് ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ വലുതായിട്ടിരിപ്പുണ്ട്. അപ്പം മിക്കവാറും ഇതൊക്കെ എല്ലാം മുളയ്ക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും നമുക്ക് ഇത് തീരെ പോയ ഇലയാണ് കേട്ടോ. വെറുതെ ഒന്ന് കുത്തി വെക്കുകയാണ്. റിസൾട്ട് വരുമ്പം നമുക്ക് നോക്കാം എത്ര എണ്ണം നമുക്ക് പ്ലാന്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഇത് ഞാൻ വെറുതെ ഒന്ന് നട്ട് വെക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരാഴ്ചയെങ്കിലും നമ്മൾ വെച്ചേക്കണം. ഒരാഴ്ചയ്ക്കകം തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഡെയിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുളച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിക്കാം. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ? അതാ ഞാൻ ആദ്യമേ പറഞ്ഞ ആ പഴുത്തല അളിഞ്ഞു പോയി, അതിൽ നിന്ന് ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് പച്ച നിറത്തിൽ തന്നെ നല്ല മൂപ്പത്തി ഇല മാത്രം എടുത്താൽ മതി. ഇത് നടുക്ക് നമ്മൾ ആദ്യം നട്ട പ്ലാന്റാണ്, അത് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. പിന്നെ ചില ഇലയിൽ നിന്നൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള പുതിയ ഇലകളാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ അതൊന്ന് എടുത്തിട്ട് കാണിക്കാവേ. കണ്ടോ? പക്ഷേ പുറകെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പം ഇങ്ങനെ കാണിച്ചു തരാം റൂട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. താഴോട്ട് വലിയ രീതിയിൽ റൂട്ട് പോയിട്ടില്ല, കാരണം ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ഒരാഴ്ചയും കൂടി ഇരിക്കുമ്പോഴത്തേനും നല്ലൊരു മെച്ചുറായിട്ടുള്ളൊരു പ്ലാന്റായിട്ട് മാറും ഇത്. അന്നേരം നടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി നടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് മുട്ടും പൂവൊക്കെ വരും കേട്ടോ. കണ്ടോ? അപ്പോൾ താഴോട്ട് റൂട്ടൊന്നും വന്നിട്ടില്ല. ഇനി ഞാൻ ഇത് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ കഴുകിയപ്പം റൂട്ട്സ് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് വലിയ റൂട്ടല്ല, ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഒരാഴ്ചയായിട്ടുള്ളൂ. ഇല പോലും ദ്രവിച്ച് പോയിട്ടില്ല. പക്ഷേ നല്ലതായിട്ട് റൂട്ട്സൊക്കെ ഇങ്ങനെ വെളുത്ത റൂട്ട്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ പുതിയതായിട്ട് വരുന്ന ലീവ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സാണ്.
അതാ ഞാൻ പറയുന്നത്. നമുക്കിപ്പം സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് കിട്ടും കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് കിട്ടും. പിന്നെ എല്ലാ ആമ്പലിനും ഇങ്ങനെ ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡ് നമുക്ക് പറ്റത്തില്ല. നമുക്ക് കണ്ടാലറിയാം, ആമ്പലിൻ്റെ ഇല കണ്ടാൽ അറിയാം ഈ ആമ്പലിൻ്റെ ഇലയിൽ നിന്ന് നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ആ ഗ്രോത്ത് ഒരു കട്ടി പോലൊരു സാധനം ഉണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയായിട്ട് വരുന്നവരെ ബൈ ബൈ.